ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. 17-ാമത്തെ വാക്യത്തിൽ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അഥവാ ക്രിസ്തുവിലുള്ള നമ്മുടെ അവകാശവും ആ വീണ്ടെടുപ്പും എപ്രകാരം എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അമേരിക്കയിൽ എബ്രഹാം ലിങ്കൺ ഭരിക്കുന്നതിന് മുൻപ് അവിടെ നിന്നിരുന്നതായ അടിമ കച്ചവടത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. ഒരിക്കൽ ഒരു നീഗ്രോ പെൺകുട്ടിയെ ചങ്ങലകളാൽ ബന്ധിച്ച് അടിമച്ചന്തയിൽ അവളെ വിൽക്കേണ്ടതിന് വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു ധനികനായ യൗവനക്കാരൻ അവൻ ഭവനത്തിൽ നിന്ന് നടക്കുവാൻ ഇറങ്ങി. അവൻ ഈ നടക്കുന്ന സന്ദർഭത്തിൽ ഈ കാഴ്ച കാണുവാനിടയായി. അവൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ധാരാളം പേർ കൂടി നിന്ന് ഈ അടിമ പെൺകുട്ടിയെ വാങ്ങേണ്ടതിന് വേണ്ടി ലേലം വിളിക്കുന്നുണ്ട്, വലിയ തുകകളായി. അവസാനം ഈ യൗവനക്കാരൻ ഒരു വലിയ തുക കൂട്ടി വിളിച്ച് ഈ അടിമ പെൺകുട്ടിയെ അവിടെ നിന്ന് മോചിപ്പിച്ച് അവളുടെ ചങ്ങലകളെല്ലാം അഴിച്ച് അവളോട് പറഞ്ഞു, നീ ഇനി സ്വതന്ത്രയാണ്, നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവൻ തൻ്റെ ഭവനത്തിലേക്കും നടന്നു പോവുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ പുറകിൽ ആരോ നടന്നു വരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ പെൺകുട്ടിയാണ്. അവൻ ചോദിച്ചു, നിന്നെ സ്വതന്ത്രയാക്കിയിട്ടും നീ നിന്റെ ഭവനത്തിലേക്കോ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്കോ പോകാത്തത്? അവൾ പറഞ്ഞു, എന്നെ ഇത്രയും വില കൊടുത്ത് സ്വതന്ത്രയാക്കിയ ആ ഭവനത്തിലേക്ക് തന്നെ ഞാൻ കടന്നു വരികയാണ്. അങ്ങയുടെ അടിമയാണ് ഞാൻ. കാരണം ഞാൻ മറ്റൊരു പ്രകാരത്തിലേക്ക് പോയാൽ പുറകെ വരുന്നവർ അവളെ ഉപദ്രവിക്കും എന്നൊക്കെ പറയുവാനായിട്ട് ഇടയായിത്തു. അങ്ങനെ അവൻ തൻ്റെ ഭവനത്തിലേക്ക് നടന്നുപോയി. ഈ പെൺകുട്ടിയും പിന്നാലെ കടന്നു ചെന്നു. ഭവനത്തിലോടടുത്തപ്പോൾ മാതാപിതാക്കൾ നോക്കിയപ്പോൾ ഇതാ തങ്ങളുടെ മകൻ കടന്നു വരുന്നു, ഒരു പെൺകുട്ടിയും കടന്നു വരുന്നു. കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവൻ വിവരിച്ച കാര്യങ്ങളെല്ലാം മാതാപിതാക്കളോട് പറഞ്ഞു. അവൻ്റെ മാതാവ് പറഞ്ഞു, നമുക്ക് ഒരു മകനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മകൾ കൂടി നമുക്ക് ഇരിക്കട്ടെ എന്ന് പിതാവിനോട് പറയുകയും പിതാവ് സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടിയെ അങ്ങനെ ആ മാതാപിതാക്കൾ ആ ഭവനത്തിൽ കൈക്കൊള്ളുവാനായിട്ടും ഇടയായിത്തു. അതെ പ്രിയമുള്ളവരെ, ഒരു കാലത്ത് പാപത്തിന്റെ അടിമച്ചന്തയിൽ പിശാചിന്റെ അടിമയായി കിടന്ന നമ്മെയാണ് യേശു കർത്താവ് തൻ്റെ കാൽവറി യാഗത്തിലൂടെ മോചിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ നാം ഇവിടെ വായിച്ച ഈ വാക്യത്തിൽ പക്ഷേ പൗലോസിന് ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഉണ്ട്. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ എന്ന നിലയിൽ നാം അവൻ്റെ ജീവനും തേജസ്സും മാത്രമല്ല, അവിടുത്തെ കഷ്ടതയിലും പങ്കാളികളാകണം എന്നുള്ളതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസികൾക്ക് രണ്ട് വിധത്തിലുള്ള ക്രൂശുണ്ട്. ഒരു ക്രൂശ് നമ്മുടെ പഴയ മനുഷ്യനെ, ആ പഴയ പാപ സ്വഭാവത്തെ ക്രൂശിച്ചതാണ്. രണ്ടാമത്തെ ക്രൂശ് എന്നത് ക്രിസ്തുവിനെ പിൻപറ്റുന്നതിലൂടെ വരുന്ന കഷ്ടതയും നിന്ദയും പരിഹാസവും പീഡനവും അത് സന്തോഷത്തോടെ നാം ചുമക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ച കേട്ടതുപോലെ നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അതേ ക്രിസ്തുവിനോടുകൂടെ
കൂട്ടവകാശികളാക്കി മാറ്റിയ ആ ദിവ്യ സ്നേഹമാണ്, ആ വീണ്ടെടുപ്പാണ് ബൈബിളിലെ മുഖ്യ വിഷയം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ പാപത്തിന്റെ അടിമച്ചന്തയിൽ നിന്ന്, പിശാചിന്റെ അടിമ ചങ്ങലയിൽ നിന്ന് വീണ്ടെടുത്ത ആ ദിവ്യ സ്നേഹത്തെ നമുക്ക് പിന്തുടർന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനിടയായി തീരട്ടെ. ദൈവാകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ, സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ, സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. നിശ്ചയിച്ചു നിത്യഭാഗ്യമേകുവാനവൻ, ആശ്വസിച്ചു പാർത്തിടാം നമുക്കു പാരിതിൽ. നിശ്ചയിച്ചു നിത്യഭാഗ്യമേകുവാനവൻ, ആശ്വസിച്ചു പാർത്തിടാം നമുക്കു പാരിതിൽ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ.